SKN40 കേരളയാത്ര ഇപ്പോൾ ചേർത്തലയിലെ KVM കോളേജ് ഓഫ് നഴ്സിംഗിൽ എത്തിയിരിക്കുകയാണ്. SKN സംസാരിക്കുന്നുണ്ട്, അതിലേക്ക്. കുട്ടികൾ ഉൾപ്പെടെ ഇത്തരം MDMA ഉപയോഗിക്കുന്നു. ഈ മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികളിലും ഇതിൻ്റെ സ്വാധീനം കുറവല്ല. മാത്രമല്ല, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ, ഗായകർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ MDMA ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. ബാംഗ്ലൂരു പോലെയുള്ള, ഗുജറാത്ത് പോലെയുള്ള, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്നു. ഈ വിദേശ നാടുകളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ വലിയ മാഫിയ രാജാക്കന്മാരും മാഫിയ മുഗളന്മാരും ഒക്കെ ഈ പ്രസ്ഥാനത്തിലുണ്ടെങ്കിലും നമ്മുടെ ആളുകൾ പണം ഉണ്ടാക്കാനുള്ള ആർത്തി മൂത്ത് ബംഗളൂരു പോലെയുള്ള മഹാനഗരങ്ങളിൽ പോയി ഈ ലഹരി വസ്തുക്കൾ പല വഴിയിലൂടെ, ട്രെയിൻ വഴിയും ബസ് വഴിയും അല്ലാതെയുള്ള കൊറിയർ വഴിയും ഒക്കെ തന്നെ ഈ ലഹരി നമ്മുടെ നാട്ടിലെത്തിക്കുന്നു. നിങ്ങളറിയേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് കാലമേ ഈ ജീവിതം കിട്ടൂ. നമുക്കൊരു 70-75 കൊല്ലമാണ് ഒരു ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഈ 75 കൊല്ലം എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പങ്കെടുത്ത ആലപ്പുഴയിലെ ഒരു യോഗത്തിൽ എക്സൈസിലെ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് പറയുകയായിരുന്നു, 7 കൊല്ലമാണ് MDMA കഴിക്കുന്ന ഒരാളിന് പരമാവധി ജീവിതം കിട്ടുക, 5 മുതൽ 7 കൊല്ലം വരെ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മനുഷ്യ ശരീരം നാശമായി പോകാൻ എത്ര കൊല്ലം എടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നോട് മറ്റൊരാൾ പറഞ്ഞ പരമാവധി 12 കൊല്ലമെന്നാണ്. നമ്മൾ ഈ ഹോമിസൈഡൽ മാനിയ പോലെയുള്ള മാരകമായ മനോരോഗങ്ങൾ ബാധിച്ച ആളുകളെ മനോരോഗാലയങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അവരുണ്ടാക്കുന്ന വിഭ്രാന്തിയും അവരുടെ ഫേസിലുണ്ടാകുന്ന ചലനങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കണ്ണുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. ഒരു നിരാലംബത, ഒരാലംബമില്ലായ്മയുടെ തീക്കണ്ണ് നിങ്ങൾക്ക് അവരിൽ കാണാൻ കഴിയും. ഇത്തരം നിസ്സഹായതയുടെ തീക്കണ്ണുമായിട്ടാണ് ഈ MDMA രോഗികൾ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നത്. നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവിതം, നമ്മളിൽ നിന്ന് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ജീവിതം പറിച്ചു മാറ്റിക്കളയും ഈ MDMA എന്നുള്ള ലഹരി. ഒരുപക്ഷേ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളിന് എന്തെല്ലാം പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അത് തന്നെയാണ് ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകുക. നമുക്ക് കൺമുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് മനസ്സിലാകില്ല, നമ്മുടെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാകില്ല, നമ്മുടെ അപ്പച്ചൻ ആരാണെന്ന് അറിയില്ല, നമ്മുടെ ഉമ്മ ആരാണെന്ന് അറിയില്ല. നമുക്ക് ആരോടും വല്ലാത്തൊരു പ്രതികാര വാഞ്ചയാണ്. കയ്യിലെന്തെങ്കിലും കിട്ടിയാൽ കുത്തി കയറ്റണമെന്ന് തോന്നുക. അയാൾ മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആ മരണത്തിൽ അയാൾ ഉണ്ടാക്കുന്ന നിലവിളികളൊക്കെ ആസ്വദിക്കുന്ന ഒരു മനോഭാവം ഈ MDMA രോഗിക്കുണ്ടാകും. ഇതൊന്നും ആ രോഗി ചെയ്യുന്നതല്ല. നിങ്ങൾക്കറിയാം, ഒരു രോഗം എന്ന് പറയുന്നത് പണ്ട് തോപ്പിൽ പാസി അശ്വമേധം എന്ന നാടകത്തിൽ ചോദിച്ചു ഒരു കഥാപാത്രത്തിനെ കൊണ്ട്. സരോജമെന്ന നമ്മുടെ ഷീലയൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചത്. ആ സിനിമയായപ്പം അശ്വമേധം നിങ്ങൾക്കറിയാം KPSCയുടെ ഒരു നാടകമായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗം, നൂറിനാട് കുഷ്ഠരോഗ ആശുപത്രി പോലെ കുഷ്ഠരോഗം പിടിപെട്ട ആളുകളിൽ നിന്ന് ആളുകൾ ഓടി അകലുന്ന ഒരു കാലത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടുന്ന സിനിമയായിരുന്നു ഈ അശ്വമേധം. അതിൽ സരോജം എന്ന കഥാപാത്രത്തെ എല്ലാവരും അകറ്റുകയാണ്. അവർക്ക് കുഷ്ഠരോഗം ബാധിച്ചപ്പം അവരെ ഒറ്റയ്ക്കൊരു സെല്ലിൽ അടയ്ക്കുന്നു. അപ്പോൾ അവരെ സ്നേഹിക്കുന്ന ഡോക്ടറോട് ചോദിക്കുകയാണ്, സത്യനായിരുന്നു ആ വേഷം കെട്ടിയത്, സത്യനോട് ചോദിക്കുകയാണ്, രോഗം ഒരു കുറ്റമാണോ? അന്ന് കേരളം മുഴുവൻ അലയടിച്ച് കേട്ട ഒരു ചോദ്യമായിരുന്നു തോപ്പിൽ പാസിയുടെ, രോഗം ഒരു കുറ്റമാണോ എന്ന്. അപ്പോൾ ഈ ചോദ്യം നമ്മൾക്ക് MDMA രോഗികളോടും ചോദിക്കാം. അതൊരു കുറ്റമല്ല, പക്ഷേ ഇത് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ കുറ്റമാണ്. ഈ ലഹരി പദാർത്ഥം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ടാക്കുന്ന വിനാശം എന്താണ് എന്ന തിരിച്ചറിവോടെയാണ് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോയിട്ടുള്ള ഒരു കലാലയത്തിൽ, ഞാനത് സ്കൂളോ കോളേജോ ആണോ എന്ന് പറയുന്നില്ല, കാര്യം വലിയ റെപ്യൂട്ടേഷനിലുള്ള ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിലെ 15 മുതൽ 20 കുട്ടികൾ വരെ MDMA ഉപയോഗിക്കുന്നു. അതിൽ 7 കുട്ടികൾ പെൺകുട്ടികളാണ്. 7 പെൺകുട്ടികൾ, അതായത് 15 പേരിൽ 7 പേർ. അപ്പോൾ ഏകദേശം ഒരു 50% സ്ത്രീകൾ ഇത്തരം മയക്കുമരുന്നിൽ മൂക്കുകുത്തി വീഴുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ വരാന്തകളിൽ, നമ്മുടെ കലാലയത്തിൻ്റെ വരാന്തകളിലും സ്കൂളിൻ്റെ വരാന്തകളിലും ഒക്കെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ ആളുകൾ വരും. അവർ ചില മിഠായി നിങ്ങൾക്ക് വെച്ച് നീട്ടിയെന്ന് വരും. നിങ്ങൾ ലഹരി മിക്സ് ചെയ്തിട്ടുള്ള ഈ മിഠായി കഴിച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ അറിയാതെ
അപ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ ആ ദൂഷ്യവശങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ SKN വിശദമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അത് കുഞ്ഞുങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ കൃത്യമായി അത് ഉള്ളിലേക്ക് എടുക്കുക. കോളേജ് വിദ്യാർത്ഥികളാണ് കേട്ടോ. സോറി. അപ്പോൾ അത് കുഞ്ഞുങ്ങളും കേൾക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ജോസിന്റെ മകൻ ജെയ്വിൻ പോലെയുള്ള ചെറിയ ടിവിയിലൂടെ ഞാൻ അവിടെ കോളേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രായഭേദ വ്യത്യാസം എന്നെ എല്ലാവരും ആ ആശയം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? പ്രായഭേദമന്യേ എന്ന് പറയുമ്പോൾ SKN പറഞ്ഞ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാരണം 7 വർഷമാണ് പരമാവധി ആയുസ്. അപ്പോൾ പ്രായം 70, 60, 50 ഒക്കെ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തിത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 മുതൽ 7 വർഷത്തിനുള്ളിൽ കാഞ്ഞു. നമ്മുടെ ആരോഗ്യം എന്നതിനപ്പുറം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ആ ഒരു കാര്യം കൂടി ഓർക്കണം എന്നുള്ള മറ്റുള്ളവരുടെ കാര്യം ഓർത്തില്ലെങ്കിലും സ്വന്തം കാര്യമെങ്കിലും ഓർത്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അവസാന കൈയായിട്ട് പറഞ്ഞത്.